കേരളത്തിലെ പാമ്പുകളെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും അവയെ സംരക്ഷിച്ച് ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനുമായി തൃശൂർ മൃഗശാല സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്. പാമ്പുകളെ പരിചയപ്പെടുത്താനും ക്ലാസ് നയിക്കുന്നതിനുമായി എത്തിയതോ പാമ്പുകളുടെ തോഴൻ എന്നറിയപ്പെടുന്ന വാവാ സുരേഷും. കണ്ടുനിന്നവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം സുരേഷ് മറുപടി നൽകി. പാമ്പിനെക്കുറിച്ച് കേൾക്കുന്നതും പൂർവികർ പറയുന്നതുമെല്ലാം പാഴ്ക്കഥകളും കെട്ടുകഥകളുമാണെന്നാണ് വാവാ സുരേഷിന്റെ വാദം. രാജവെമ്പാല, അണലി, മൂർഖൻ, കരിമൂർഖൻ തുടങ്ങിയ പാമ്പുകൾക്കാണ് കൂടുതൽ വിഷമുള്ളത്. എങ്കിലും പാമ്പുകൾ അപകടകാരിയല്ലെന്നാണ് വാവാ സുരേഷ് പറയുന്നത്. അതിനൊരു തെളിവായി 2012 വാഹനാപകടങ്ങളിൽ 41,036 പേർ മരിച്ചപ്പോൾ പാമ്പുകടിയേറ്റ് 51 പേർ മാത്രമാണ് മരിച്ചതെന്ന് ഈ പാമ്പു വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നു. കീരിയും പാമ്പും തമ്മിലുള്ള ശത്രുത ശരിയല്ലെന്നും പാമ്പുകൾ പിന്തുടർന്ന് കടിക്കില്ലെന്നും സുരേഷ് വാദിക്കുന്നു. ആദ്യം 2 തരം കാട്ടുപാമ്പുകളെയാണ് സുരേഷ് പരിചയപ്പെടുത്തിയത്. കാട്ടുപാമ്പ് അപകടകാരിയല്ലെന്നും കടിച്ചാൽ വിഷമില്ലെന്നും പറഞ്ഞതോടെയും മൃഗശാല സൂപ്രണ്ട് അനിൽകുമാർ പാമ്പിനെ കഴുത്തിൽ ഇട്ടതോടെയും പേടിച്ചു നിന്നവർ പോലും പാമ്പിനെ തൊട്ടുനോക്കാൻ എത്തി. പിന്നീട് പരിചയപ്പെടുത്തിയ പൂഴിമണലിയെയും കുട്ടിമൂർഖനെയും കൗതുകത്തോടെയും ആകാംക്ഷയോടെയും കണ്ടും തൊട്ടും നിന്നവർ പോലും വലിയ മൂർഖനെ പുറത്തെടുത്തതോടെ പേടിച്ച് പിന്മാറി. വാവാ സുരേഷിന്റെ അത്ര തന്നെ നീളമുള്ള വലിയ മൂർഖൻ അദ്ദേഹത്തിന്റെ കൈകളിൽ കിടന്നും കളിച്ചും മൈക്കിൽ കൊത്തിയും ചീറ്റിയുമെല്ലാം പ്രകടനം പുറത്തെടുത്തപ്പോൾ കണ്ടുനിന്നവരുടെ മുഖത്ത് പല ഭാവപ്രകടനങ്ങളും മിന്നിമറഞ്ഞു. സ്നേക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് പാമ്പിനെ പിടിക്കുന്നത് കാണിക്കുന്നതിനായി മൂർഖനെ നിലത്തിട്ടപ്പോൾ ചുറ്റും കൂടിയവരെല്ലാം പരിഭ്രമിച്ച് പിന്മാറി. പിന്നെ പാമ്പിനെ ചാക്കിലാക്കിയപ്പോഴാണ് കണ്ടുനിന്നവരുടെ ശ്വാസം നേരെ വീണത്. മലമ്പാമ്പിനെ കഴുത്തിലിട്ട് കാണികളുടെ ഇടയിലേക്ക് വാവാ സുരേഷ് ഇറങ്ങിച്ചെന്നപ്പോൾ തൊടാൻ ആദ്യം ചിലർ മടിച്ചെങ്കിലും ചില സ്ത്രീകളും കുട്ടികളും ധൈര്യസമേതം അടുത്തെത്തി. ഇതുവരെ 35,000 പാമ്പുകളെ പിടിച്ച വാവാ സുരേഷിന് 3000-ലേറെ തവണ പാമ്പുകളിൽ നിന്ന് കടിയും ഏറ്റിട്ടുണ്ട്. 530 തവണ പാമ്പിൻ വിഷം അകത്താക്കിയിട്ടുള്ള സുരേഷ് 531ാമത്തെ തവണയായി അണലിയുടെ വിഷം എടുത്ത് കാണികൾക്ക് മുന്നിൽ നിന്ന് തന്നെ കുടിച്ച് കാണിച്ചു. പാമ്പിൻ വിഷത്തിന് കയ്പാണെന്നും എന്നാൽ തനിക്ക് കുഴപ്പമില്ലെന്നും ഉറക്കമില്ലായ്മ ഉണ്ടായിട്ടും യാതൊരു ക്ഷീണവുമില്ലെന്നും സുരേഷ് വ്യക്തമാക്കി. പാമ്പു വിദഗ്ധൻ എൽത്തുരുത്ത് സേവ്യറും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ.